വെഡ്ഡിംഗ് എഗ്രിമെൻറ്റ്. ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ രുദ്രപ്രിയ. തുടർച്ചയായി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അസ്വസ്ഥതയോടെ അഗ്നി കോൾ അറ്റൻഡ് ചെയ്തു. മറുപുറത്തു നിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ട് അവൻ പുഞ്ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഹലോ അച്ഛാ. എഴുന്നേറ്റില്ലേ അഗ്നി? ഇല്ലച്ചാ. അതെന്താ അച്ഛൻ ഇത്ര നേരത്തെ? ഞാൻ ഇന്നലത്തെ ഹാങ് ഓവറിലായിരുന്നു, അതുകൊണ്ടാണ് എഴുന്നേക്കാൻ വൈകിയത്. അതുപോട്ടെ, ഞാനിപ്പോൾ വിളിച്ചത് നിനക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ മെയിൽ അയച്ചിട്ടുണ്ട്. എന്തിന്? അഗ്നിയുടെ പുരികം ചുളിഞ്ഞു. സംശയത്തിൻ്റെ നേർത്ത വരകൾ നെറ്റിയിൽ തെളിഞ്ഞു. ആ വിവാഹാലോചന ഉറപ്പിച്ചഗ്നി ഡേറ്റ് തീരുമാനിച്ചു. നാളെ രാവിലെ നീ ഇവിടെ ചിറ്റമംഗലത്തുണ്ടാവണം. അതിനിനി മാറ്റമില്ല. ഇത് നടക്കില്ലച്ചാ. ആരോട് ചോദിച്ചിട്ടാണ് ഈ വിവാഹം തീരുമാനിച്ചത്? നിന്റെ വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കുവാനുള്ള അവകാശം അച്ഛനും അമ്മയുമായ ഞങ്ങൾക്കുണ്ടെന്നാണ് വിശ്വാസം. അതല്ല എന്നാണെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ചിറ്റമംഗലത്തെ മാധവന് വാക്കൊന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്ന് വരെയുള്ള എൻ്റെ പ്രവൃത്തിയും. ഇനി അല്ലാതെ ആകണമെങ്കിൽ മാധവൻ മരിക്കണം. എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്കെടുക്കാം. പക്ഷേ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ചിറ്റമംഗലത്തെ അഗ്നിദേവിന് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ചിതയ്ക്ക് കൊള്ളിവെക്കാം. കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ മാധവനും പവിത്രയും പിന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മാധവൻ ഫോൺ കട്ടാക്കി. കയ്യിലിരുന്ന ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തലമുടിയിൽ കൈകൊരുത്തു വലിച്ചു അഗ്നി. ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലോരം ചെന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. 3 വർഷമായി ബാംഗ്ലൂർ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന വലിയ കെട്ടിട സമുച്ചയങ്ങൾ തന്നെ നോക്കി കളിയാക്കുന്നതായി അഗ്നിക്ക് തോന്നി. അല്പം മുമ്പ് വലിച്ചെറിഞ്ഞ മൊബൈൽ കട്ടിലിൽ നിന്നും പരതിയെടുത്തു. ക്രിസ്റ്റി എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ അമർത്തി ചെവിയോട് ചേർത്ത് വെച്ചു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്കുള്ള യാത്രയിലായിരുന്നു ക്രിസ്റ്റി. അഗ്നിയുടെ കോൾ കണക്റ്റ് ആയതും അവൻ അറ്റൻഡ് ചെയ്തു. എന്താടാ, ഞാൻ ഫ്ലാറ്റിലെത്താറായി, നീ ഫോൺ വയ്ക്ക്. അഗ്നിയെ പറയാൻ അനുവദിക്കാതെ ക്രിസ്റ്റി കോൾ കട്ട് ചെയ്തു. കാർ പാർക്ക് ചെയ്ത് നേരെ ലിഫ്റ്റിനടുത്തേക്ക് നീങ്ങി. 4th ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ലിഫ്റ്റിന് നേരെ എതിർവശത്തുള്ള റൂമിൽ ക്രിസ്റ്റി ഡോർബെൽ അമർത്തി. ഡോർ ഓപ്പൺ ആയിരുന്നു. അവൻ അകത്തേക്ക് കയറി. ബെഡിലിരുന്ന് ലാപ്പിൽ അത്യാവശ്യമായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഗ്നി. നീ എന്താ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചത്? ക്രിസ്റ്റിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അഗ്നി വേഗം ട്രോളി ബാഗ് എടുത്ത് അവൻ്റെയും ക്രിസ്റ്റിയുടെയും ഡ്രസ്സും മറ്റും പാക്ക് ചെയ്യാൻ തുടങ്ങി. നീ എന്താടാ എല്ലാം വാരിക്കെട്ടി ഇവിടുത്തെ താമസം മതിയാക്കി പോവുകയാണോ? കളിയായി ചോദിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ലാപ്പടങ്ങിയ ബാഗ് സോഫയിലേക്ക് വച്ചു ക്രിസ്റ്റി. തിരിഞ്ഞു നിന്ന് ഷൂവും സോക്സും അഴിച്ചു മാറ്റുമ്പോഴാണ് കബോർഡിൽ നിന്ന് തൻ്റെ ഡ്രസ്സുകൾ ട്രോളി ബാഗിനുള്ളിൽ വയ്ക്കുന്ന അഗ്നിയെ ശ്രദ്ധിച്ചത്. നീ എന്ത് ഭ്രാന്ത അഗ്നിയെ കാണിക്കുന്നത്? എൻ്റെ ഡ്രസ്സുകൾ എന്തിനാ പാക്ക് ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരും ഈവനിങ് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് പോകുന്നു. ക്രിസ്റ്റി ചോദിക്കുമ്പോൾ അവനെ പിടിച്ച് സോഫയിലേക്ക് തള്ളി അഗ്നി. നീയും ചിറ്റമംഗലത്തെ മാധവനും ചേർന്നുണ്ടാക്കിയ എൻ്റെ വിവാഹം, അതിന്? ക്രിസ്റ്റിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അഗ്നി മുരണ്ടു. ഇന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഫ്ലൈറ്റിൽ ചെന്നില്ലെങ്കിൽ, ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരുടെ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ എത്തിയാൽ മതിയെന്ന്. അഗ്നി നിന്ന് വിറച്ചു. സമാധാനമായല്ലോ ഇപ്പോൾ നിനക്ക്? ഞാൻ മാത്രമായിട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നു. കാര്യങ്ങളുടെ കിടപ്പുവശം ഇപ്പോഴാണ് ക്രിസ്റ്റിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ അഗ്നി, എനിക്ക് ലീവില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നിൻ്റെ ഒപ്പം വരും? പോരാത്തതിന് ഞാൻ ലീനയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതറിയുമ്പോൾ അവൾ പിണങ്ങും. ക്രിസ്റ്റി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അവൻ്റെ പറച്ചിലും മറ്റും കേട്ടപ്പോൾ ഇരു കൈയും ഏണിക്ക് കൊടുത്തുകൊണ്ട് അഗ്നി ക്രിസ്റ്റിയെ കടുപ്പിച്ചു നോക്കി. അതോർത്ത് നീ വിഷമിക്കേണ്ട. ഞാൻ നിൻ്റെയും എൻ്റെയും ലീവ് ആപ്ലിക്കേഷൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റി പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. എന്തായി മാധവേട്ട, അവൻ വരുമോ? അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പവിത്ര മാധവനോട് ചോദിച്ചു. കാര്യങ്ങൾ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ നാളെ രാവിലെ തന്നെ അവൻ ഇവിടെ കാണും. അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? ഭർത്താവിൻ്റെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് പവിത്ര ചോദിച്ചു. അതിനുള്ള ഡോസ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ടോ. നാളെ അവൻ ഇവിടെ വന്നില്ലെങ്കിൽ എൻ്റെയും തൻ്റെയും ചിതയ്ക്ക് തീ കൊളുത്താൻ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ മാധവേട്ട അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അവൻ എന്തുമാത്രം സങ്കടമായി കാണും. പിന്നെ എങ്ങനെയാ പവിത്ര ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? വയസ്സ് 27 അവൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വിവാഹം കഴിഞ്ഞ് മക്കളുമായി. ഇവന് മാത്രം എന്താ? പവിത്രയുടെ നോട്ടം കണ്ടപ്പോൾ പറഞ്ഞു വന്നത് പകുതിയിൽ നിർത്തി മാധവൻ. മാധവേട്ടന് അറിയാത്തതല്ലല്ലോ കാര്യങ്ങളൊന്നും. അവന് കുറച്ചുകൂടി സമയം കൊടുക്കാം മാധവേട്ട നമുക്ക്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി അവന് നമ്മൾ സമയം കൊടുത്തില്ലേ?
ഇനി പറ്റില്ല പവിത്ര, കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. ഈ വിവാഹം അത് നടന്നേ പറ്റൂ. ആലോചിച്ചിടത്തോളം ഇതൊരു നല്ല വിവാഹാലോചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് കൈവിട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ എതിർപ്പ് പോലും വകവയ്ക്കാതെ, അവൻ്റെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ വിവാഹത്തിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. എന്തായാലും വിവാഹത്തിന് ഒരാഴ്ചയേ ഉള്ളൂ. നാളെയെങ്കിലും അഗ്നി ഇവിടെ എത്തിയാലേ മതിയാകൂ. മറ്റന്നാൾ മുതൽ ബന്ധുക്കളെത്തി തുടങ്ങും. മകൻ്റെ വിഷമം കണ്ട് അവൻ്റെ ഒപ്പം ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണ് പവിത്രയുടെ തീരുമാനമെങ്കിൽ മാധവനെ പിന്നെ നിങ്ങളാരും കാണില്ല. ഭർത്താവിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ടപ്പോൾ പവിത്ര തളർച്ചയോടെ അയാളെ നോക്കി. ഇന്ന് വരെ ഞാൻ മാധവേട്ടനോട് അനുസരണക്കേട് കാട്ടിയിട്ടില്ല. അടുത്ത ദിവസം ഏകദേശം ഉച്ചയോടുകൂടി അഗ്നിയും ക്രിസ്റ്റിയും ചിറ്റമംഗലത്തെത്തി. അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും കണ്ട് അഗ്നി സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. വളരെ നോർമലായി തന്നെ അവരോടൊക്കെ സംസാരിച്ച് അകത്തേക്ക് കയറി പോകുന്നവനെ 3 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നീയല്ലേടാ പറഞ്ഞത് അവൻ വിവാഹമെന്ന് പറഞ്ഞപ്പോൾ ചാടിക്കടിക്കാൻ വന്നു, നിന്നെ കടിച്ച് കീറാൻ വന്നു എന്നൊക്കെ. എന്നിട്ടിപ്പോൾ എൻ്റെ കുഞ്ഞ് എന്ത് സന്തോഷത്തിലകത്തേക്ക് കയറിപ്പോത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? രാഘവൻ മകൻ മാധവനോട് തട്ടിക്കയറി. അതാണച്ചാ ഞാനും നോക്കുന്നത്. ഫോണിലൂടെ എന്നോട് ചാടിക്കടിച്ചവനല്ല ഇപ്പോൾ പോയത്. ഇവനെന്താ അന്യനോ? മാധവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അന്യനല്ലടാ, അവൻ റെമോയാണ്, റെമോ. അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും സംസാരം കേട്ട് പവിത്ര ഇരുവരെയും നോക്കി. അവൻ വിവാഹത്തിന് സമ്മതിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല മൊത്തത്തിൽ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നില്ലേ എന്നൊരു സംശയം. ഇതെന്താ മാധവേട്ട ഇവന് പറ്റിയത്? പവിത്ര ഭർത്താവിനെ നോക്കി. എൻ്റെ പവി, അവൻ വിവാഹത്തിന് സമ്മതിച്ചതാണ് നിന്റെ പ്രശ്നം. ഞാൻ അവൻ ആ കൊച്ചിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ, അതവൻ കണ്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അവനത് കണ്ടിട്ടുണ്ട്. ഫോൺ നമ്പർ ഉണ്ടായിരുന്നല്ലോ. അവൻ വിളിച്ച് സംസാരിച്ച് കാണും. പിള്ളേരല്ലേ, മനസ്സ് മാറാൻ എത്ര നേരം വേണം? അതായിരിക്കും. മാധവൻ പറയുമ്പോൾ പവിത്രയും ശരിവെച്ചു. എന്തായാലും എനിക്ക് സമാധാനമായി. കാര്യങ്ങൾ ഭംഗിയായി നടന്നാൽ മതി. അവൾ അയാളെയും കടന്ന് അകത്തേക്ക് പോയി. നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടുന്നത്? മനസ്സിലാവാത്തതുപോലെ ക്രിസ്റ്റി അഗ്നിയോട് ചോദിച്ചു. ഇട്ടിരുന്ന ഹൂഡി അഴിച്ചു മാറ്റി ട്രാക്ക് പാൻറ് മാത്രം ഇട്ടുകൊണ്ട് അഗ്നി ക്രിസ്റ്റിയുടെ നേർക്ക് ചെന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതോ അതോ സന്തോഷിക്കുന്നതോ? എന്താണ് നിനക്ക് മനസ്സിലാകാത്തത്? അഗ്നി അവനടുത്തേക്ക് നീങ്ങി നിന്നു. ക്രിസ്റ്റി ആകമാനം അഗ്നിയെ നോക്കി. നിനക്കെന്തോ ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ അഗ്നി, അതെന്താണെന്ന് എന്നോട് പറ. നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. നിന്റെ സന്തോഷം സങ്കടം എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എവിടെയോ ഒരു മിസ്റ്റേക്ക്. അഗ്നി അതിനെ ചിരിച്ചു. പിന്നെ ടവലെടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി. ഈ ടൗണിലൊക്കെ വെച്ച് ഇത്രയും ആർഭാട കല്യാണം നടത്തേണ്ട ആവശ്യം രാമനുണ്ടായിട്ടാണോ കൗസല്യേ? അതിനു വേണ്ടി കാശ് നിങ്ങളുടെ അടുത്തുണ്ടോ? രാമൻ്റെ ചേച്ചി കൗസല്യ അവരുടെ ഇഷ്ടക്കേട് വെളിവാക്കി. ഞാനും അത് തന്നെയാ പറയുന്നേ. ചേട്ടൻ്റെ കയ്യിൽ ഇത്രയും കാശുണ്ടായിരുന്നോ? എന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് 10 പൈസ ചോദിക്കുമ്പോൾ കരച്ചിൽ, ഇല്ലായ്മ പറച്ചിൽ. കൗസല്യയുടെ നേരെ ഇളയ അനിയത്തി സാവിത്രിയും അത് ഏറ്റുപിടിച്ചു. നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാൻ? ചേട്ടൻ എങ്ങനെയെങ്കിലും ആ കൊച്ചിൻ്റെ വിവാഹം നടത്തി വിടട്ടെ. എല്ലാവരിലും ഇളയ രാജൻ അവിടേക്ക് വന്നു. വയസ്സും പ്രായവും കുറേ ആയല്ലോ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. അതല്ലടാ, ഞങ്ങളിങ്ങനെ വെറുതെ ശിവുവിനൊരു നല്ലത് വരുന്നതിൽ ഞങ്ങൾ എന്തെങ്കിലും ദോഷം പറയുമോ? കൗസല്യ വിളക്കനെ ചിരിച്ചു കാണിച്ചു. ഓ മനസ്സിലായി, ഞാൻ കേട്ടതാണല്ലോ. പട്ടിലും സ്വർണത്തിലും പൊതിഞ്ഞ് അപ്സരസിനെ പോലെ ശിവന്യ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചാഞ്ഞും ചരിഞ്ഞു നോക്കി. ഡി വേദേ, എൻ്റെ കുറച്ച് നല്ല സ്റ്റിൽസ് എടുത്ത് താടി. ശിവന്യ കയ്യിലിരുന്ന മൊബൈൽ അനിയത്തിയെ ഏൽപ്പിച്ചു. എൻ്റെ ചേച്ചി, ഇത്രയും നേരം ആ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ആവശ്യമുള്ളത് എടുത്തു തന്നില്ലേ? പിന്നെന്താ? വേദ ദേഷ്യത്തിൽ പറയുമ്പോൾ ശിവ അതിനെ എളിച്ചു കാണിച്ചു കൊടുത്തു. മതി ശിവു. ചെക്കനും കൂട്ടനും എത്തി. ജലജ റൂമിലേക്ക് വന്നു. ആഭരണത്തിലും പട്ടിലും പൊതിഞ്ഞു നിൽക്കുന്ന മകളെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. എൻ്റെ കുഞ്ഞിന് കണ്ണ് തട്ടാതിരിക്കട്ടെ. ജലജ അല്പം കൺമഷി ശിവുവിൻ്റെ ചെവിയുടെ പിന്നിൽ തൊട്ടുകൊടുത്തു. ചെക്കൻകൂട്ടരെ എതിരേൽക്കാൻ ശിവദ അമ്മയോടൊപ്പം പോയി. ചില മുതിർന്ന സ്ത്രീകൾ മാത്രമായി ശിവുവിനോടൊപ്പം. എന്നാലും ആ പെണ്ണിൻ്റെ ഭാഗ്യം. വിവാഹം കഴിഞ്ഞ് ചെക്കൻ്റെ ഒപ്പം ബാംഗ്ലൂർക്കോ ഹൈദരാബാദിനോ പോകും. പിന്നെ അവിടെ ജോലിയും പഠിത്തവുമൊക്കെ. വല്ലാത്ത ഭാഗ്യം തന്നെ. നമ്മുടെ പട്ടിക്കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു.
അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിൻ്റെ നടപ്പും പാവവും അങ്ങനെയല്ലായിരുന്നോ? കുട്ടിയുടുപ്പും കയ്യില്ലാത്തതും കഷം കാണിച്ചതും. ഇനിയിപ്പോൾ എവിടെയാകുമ്പോൾ എന്തു തോന്നിയാസവും ആകാം. ആര് കാണാനും ആര് ചോദിക്കാനും. എതിരേൽപ്പ് കഴിഞ്ഞ് അകത്ത് വന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പവിത്രയും മാലിനിയുടെ മരുമകൾ ദേവിയും അഗ്നിയുടെ അനിയത്തി അമ്മയെയും അകത്തേക്ക് കയറി വന്നു. അമ്മയെ ശിവുവിനെ ആകമാനമൊന്ന് നോക്കി. ഇവൾ ആര്? അപ്സരസോ? അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന്. വെറുതെയല്ല ചേട്ടൻ അവസാന നിമിഷം വിവാഹത്തിന് സമ്മതിച്ച് ചാടി വീണത്. മോളെന്താ നോക്കി നിൽക്കുന്നത്? ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ല്. ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞു കൊടുക്കുന്ന പോസ് അനുസരിച്ച് അമ്മയെ ഇഷ്ടക്കേടോടെ അവളുടെ കമ്മലും മാലയും വളയുമൊക്കെ തൊട്ടും തലോടിയും നിന്നു. പെണ്ണ് സുന്ദരിയാണോ കേട്ടോ ദേവി? പവിത്രയോട് പറഞ്ഞു. അവരുടെ മുഖം തിളങ്ങി. മുഹൂർത്തമായി, പെണ്ണിനെ ഇറക്കിക്കൊള്ളൂ. ആരോ വിളിച്ചു പറയുമ്പോൾ ശിവന്യയെ താലപ്പൊലിയുടെ അകമ്പടിയോടെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. എല്ലാവരും കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നു. അവളുടെ ഗോൾഡൻ കളർ സാരിയും അണിഞ്ഞിരിക്കുന്ന ആഭരണവും ഒരേ തിളക്കം. അഗ്നി ഒരു നിമിഷം കണ്ണിമ ചിമ്മാൻ മറന്നു. കൃത്യമായി ക്രിസ്റ്റി അത് അവൻ്റെ ഫോണിൽ പകർത്തിയെടുക്കുകയും ചെയ്തു. മുഹൂർത്തമായതും അച്ഛൻ എടുത്തു കൊടുത്ത താലി ശിവന്യയുടെ കഴുത്തിലേക്ക് ചാർത്തി അഗ്നി. അവളും വിജയിയെ പോലെ എല്ലാവരെയും നോക്കി. പിന്നെ ചടങ്ങുകൾ ഓരോന്നായി കഴിഞ്ഞു. ഒടുവിൽ രാമൻ കന്യാദാനം നടത്തി. അപ്പോൾ മാത്രമാണ് ശിവന്യയ്ക്ക് സങ്കടം തോന്നിയത്. സദ്യവട്ടവും മറ്റും കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. കൃത്യസമയത്ത് തറവാട്ടിലെത്തണം. ബാക്കി ചടങ്ങുകളൊക്കെ അടുത്ത ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കാറിൽ അഗ്നിയുടെ അടുത്തിരുന്ന് എല്ലാവരോടും യാത്ര പറയുമ്പോൾ ആഗ്രഹിച്ചത് കയ്യിലൊതുക്കിയ കുട്ടിയെ പോലെയായിരുന്നു ശിവന്യ. അവളുടെ മനസ്സ് പാറി പറക്കാൻ തുടങ്ങി. ഏകദേശം 2 മണിക്കൂർ വേണ്ടി വന്നു ചിറ്റമംഗലത്തെത്തുന്നതിന്. അതിനിടയിൽ അവൾ അല്പം മയങ്ങിപ്പോയി. അന്നേരം അഗ്നി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്ന് ആലോചിക്കുകയായിരുന്നു. വലതുകാൽ വെച്ച് വീട്ടിൽ കയറി നിലവിളക്ക് വാങ്ങി പൂജാമുറിയിൽ വെച്ച് അവൾ മനസ്സു നിറഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി സാധിച്ചു തന്നതിന് എല്ലാ ഈശ്വരന്മാരോടും അവൾ നന്ദി പറഞ്ഞു. അഗ്നിയുടെ മനസ്സിലെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം സാധിച്ചു കൊടുത്ത് ഈ കോൺട്രാക്റ്റ് ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു ചുവട് പോലും പിഴയ്ക്കാതെ എല്ലാം ക്ലിയറാക്കി തരണമെന്ന് അവനും പ്രാർത്ഥിച്ചു. ആ വലിയ വീടും പരിസരവും ഒക്കെ അവൾ കണ്ണുകൾ കൊണ്ട് ഓട്ടപ്രദർശനം നടത്തി. ഇങ്ങനെ ഇരുന്ന് മുഷിയാതെ മോള് പോയി വേഷമൊക്കെ മാറ്റൂ. പവിത്ര അമ്മയെ വിളിച്ച് അഗ്നിയുടെ മുറി കാണിച്ചു കൊടുക്കാനായി ഏർപ്പാടാക്കി. മോൾ ഏട്ടത്തിയെ സഹായിക്ക് ഈ വേഷവും മാറ്റി ഫ്രഷ് ആകാൻ. അവിടെ ഡ്രോയിൽ മോൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അമ്മയോടൊപ്പം മുകളിലേക്ക് പോകുമ്പോൾ അവൾക്ക് വല്ലാത്ത അഭിമാനം തോന്നി ആ വീട്ടിലെ മരുമകളായതിൽ. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള വലിയ ബെഡ്റൂം, അതിൻ്റെ ഒത്ത നടുക്കായി വലിയൊരു മാസ്റ്റർ ബെഡ്. അകത്തേക്ക് കയറി ചുറ്റും നോക്കി നിൽക്കുന്നവളെ ഒട്ടൊരു ഞെട്ടലോടുകൂടിയാണ് അമ്മയെ നോക്കിയത്. അവൾ നിലക്കണ്ണാടിക്ക് മുന്നിലിരിക്കുന്ന ശിവയുടെ തലമുടിയിലെ വച്ചുകെട്ടലും സ്വർണവും അഴിച്ചു മാറ്റാൻ സഹായിച്ചു. തലമുടിയിൽ നിന്നും പൂവൊക്കെ അടർത്തി മാറ്റി നോക്കുമ്പോഴാണ് അത് ഒറിജിനൽ മുടി. ശരിക്കും പറഞ്ഞാൽ അമ്മയെ കരുതിയത് വിഗ്ഗായിരിക്കുമെന്നാണ്. അവൾക്ക് ശിവയോട് വല്ലാത്ത കുശുമ്പ് തോന്നി. ഉടുത്തു മാറുന്നതിനുള്ള ഡ്രസ്സ് കാട്ടിക്കൊടുത്ത് അമ്മയെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് തന്നെ അമ്മ ഫ്രഷായി ഒരു മിഡിയും ടോപ്പും അണിഞ്ഞുകൊണ്ട് അവൾ ബെഡിലിരിക്കുമ്പോഴാണ് അഗ്നി റൂമിനകത്തേക്ക് കയറി വരുന്നത്. അവളെ ആകമാനം ഒന്ന് നോക്കിയവൻ. നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഇവിടെ ഒരു കുഞ്ഞിന് പോലും അറിയില്ല. ഏറിയാൽ 2-3 ദിവസം, അത് കഴിഞ്ഞ് നമ്മൾ തിരികെ പോകും. അവിടെ ചെന്നതിന് ശേഷം നിനക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയോ ഹോസ്റ്റലിലും മറ്റും ആക്കുകയോ ചെയ്യാം. 1 വർഷം അങ്ങനെ പോട്ടെ. അത് കഴിയുമ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ്. സമ്മതമാണോ അതോ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അഗ്നി ശിവുവിനോട് ചോദിച്ചു. ഇല്ല. അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിന് അത്രമാത്രം ഉറപ്പില്ലായിരുന്നു. കാരണം ഈ വിവാഹാലോചന വന്നപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ അവൻ്റെ ചിത്രം അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയി. പക്ഷേ അഗ്നി തന്നെ കാണാൻ വന്നതും സംസാരിച്ചതും 1 വർഷത്തെ കോൺട്രാക്റ്റൊക്കെ പറഞ്ഞപ്പോൾ പഠിക്കണമെന്നും നല്ല നിലയിൽ ഉയർന്ന് അച്ഛനും വീട്ടുകാർക്കും ഒരു താങ്ങാവണമെന്നും ഉള്ള അവളുടെ ആഗ്രഹത്തിന് മുന്നിൽ അവനോടുള്ള ഇഷ്ടത്തെ കുഴിച്ചു മൂടി. സിവിൽ സർവീസ് എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് ആരും അറിയാതെ സ്വന്തമായി പ്രിപ്പയർ ചെയ്തിരുന്ന അവൾക്ക് അതിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് അഗ്നി വന്നപ്പോൾ അവളുടെ ലക്ഷ്യത്തിനായിരുന്നു പ്രാധാന്യം.
ആ പട്ടിക്കാട്ടിൽ നിന്നും അവൾക്ക് എങ്ങനെയെങ്കിലും ചിറക് വെച്ച് പറക്കണമായിരുന്നു. ഞാൻ ഫ്രഷായിട്ട് നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോകാം. പിന്നെ 4-5 ദിവസം നമ്മൾ ഇവിടെ തന്നെ കാണും. അതുവരെ നമ്മൾ തമ്മിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ. ഈ മുറിയിൽ മറിച്ചും ഒരു ഭർത്താവിൻ്റെ അധികാരമൊന്നും ഞാൻ നിന്നിൽ കാണിക്കില്ല. നിനക്കെന്നെ വിശ്വസിക്കാം. അച്ഛൻ്റെ കൈയും കണ്ണടഞ്ഞാൽ പൊന്നുമോൾക്ക് വേറെ ആരുണ്ട്? വിശ്വസിക്കാവുന്ന ആൾക്കാരാണ്. എൻ്റെ മോൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. നിന്റെ പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ അവർ സാധിപ്പിച്ചു തരും. നല്ല കൂട്ടരാണ്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. അവൾ താലിയിൽ കൊരുത്തു പിടിച്ചു. അറിയാതെ എന്തിനോ കണ്ണുകൾ കലങ്ങി. ആ ആളിന് ഈ വിവാഹത്തിന് ഇഷ്ടമില്ല അച്ഛാ. എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. വിവാഹം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കൂ. അവൾ കണ്ണുകൾ അമർത്തി വിട്ടു. ഫ്രഷായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന അഗ്നി തലമുടി ഒതുക്കി സെറ്റാക്കി. വാ, നമുക്ക് താഴേക്ക് പോകാം, അവർ നമ്മളെ കാത്തിരിപ്പുണ്ട് പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ ഞെട്ടി കൈകൊണ്ട് അകന്നു മാറി. സോറി, ഈ റൂമിന് പുറത്തേക്ക് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ എടുക്കും. പിന്നെ ഒന്നും പറയാതെ അവനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന സ്പ്രേയുടെ ഗന്ധം അവളെ ആകെ പൊതിഞ്ഞു. പടിയിറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നവരെ തന്നെ എല്ലാവരും നോക്കി. അത്രയും മാച്ചാണ് രണ്ടുപേരെയും കാണാൻ. അവൻ്റെ തോളോടൊപ്പം മാത്രമേയുള്ളൂ ശിവ. പക്ഷേ എങ്കിലും എന്തൊരു ക്യൂട്ടാണ്. എന്നാലും എൻ്റെ മോൻ ഇത്രയും പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്നതായിരുന്നു പവിത്രയുടെയും മാധവൻ്റെയും ചിന്ത. കുറച്ചധികം സമയം താഴെ എല്ലാവരോടും ഒപ്പമിരുന്ന് സംസാരിച്ചു. അവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് ക്രിസ്റ്റിയോട് മാത്രം കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു അഗ്നിക്ക്. അതിൻ്റെ കെറുവപ്പ് ക്രിസ്റ്റിക്ക് അവനോടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായി നീ എന്നോട് മറുപടി പറയുമോ അഗ്നി? ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ടപ്പോൾ അഗ്നി അവനെ നോക്കി. കുറച്ച് ദിവസമാണെങ്കിൽ പോലും നിന്റെ ഭാര്യയായി ഇരിക്കുന്നവളോട് നിനക്കൊരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവളെ നിനക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുമോ? ക്രിസ്റ്റി ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. അഗ്നി അപ്പോൾ ആലോചിച്ചു. അങ്ങനെ കുറച്ചുനാൾ കൊണ്ടൊക്കെ ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുമോ? ക്രിസ്റ്റി, നീ എന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? അഗ്നി തിരികെ ചോദിച്ചു. ഞാൻ ചോദിച്ച ഈ ചോദ്യം നിന്റെ മനസ്സിൽ തന്നെ നീ സൂക്ഷിക്കണം. ക്രിസ്റ്റി അത്രമാത്രം പറഞ്ഞു. നാളെ വെളുപ്പിനാണ് ഫ്ലൈറ്റ്. ഞാൻ പുറപ്പെടും. നീ എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞല്ലേ ഉള്ളൂ. അല്ലാതെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. ഒരാഴ്ച നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു വരും. രാത്രിയിൽ ആഹാരം കഴിഞ്ഞ് പവിത്രയെ സെറ്റുമുണ്ട് മുടിപ്പിച്ച് ആഭരണങ്ങളും അണിയിച്ച് അവളുടെ മുടി നിറയെ മുല്ലപ്പൂവും ചൂടി കയ്യിൽ ഒരു ഗ്ലാസ് പാലും വെച്ചു കൊടുക്കുമ്പോൾ അവൾ അമ്മയെ തന്നെ നോക്കി. പവിത്ര അതിനൊന്ന് ചിരിച്ചു. ഇതൊക്കെ ഒരു ചടങ്ങാണ്, മോൾ അങ്ങനെ കണ്ടാൽ മതി. അഗ്നിയുടെ റൂമിലേക്ക് അവളെ പറഞ്ഞു വിട്ടു. റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കുളിമുറിയിൽ നിന്നും ഫ്രഷായി ഇറങ്ങി വരികയാണ് അഗ്നി. അകത്തേക്ക് വരുന്ന ശിവയെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ നോക്കി നിന്നുപോയി. ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്ന സൗന്ദര്യമാണ് ഇവൾക്ക്. ഏത് ഡ്രസ്സിലും അവൾ അത്രയും ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ട് അവൻ വാതിൽ ചാരി കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. താനെന്താ വല്ല ഫാൻസി ഡ്രസ്സ് മത്സരത്തിനും പോകുന്നുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആണ്. നമ്മളത് മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണെങ്കിലും ഇവിടെയുള്ളവർക്ക് അതൊക്കെ നല്ല ഓർമ്മയാണ്. അമ്മ തന്നുവിട്ടതാണ്. ഈ ചടങ്ങൊന്നും മാറ്റിവെക്കേണ്ട. അവരെ കൊണ്ട് അതിനൊന്നും കഴിയില്ലല്ലോ. മാത്രവുമല്ല, നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ കാര്യം അവർക്കറിയില്ല. അവൻ്റെ മുനയൊടിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് അവൾ അത്രയും പറഞ്ഞത്. പാൽ ഗ്ലാസ് അവൻ്റെ നേർക്ക് നീട്ടുമ്പോൾ അവൻ മുഖം തിരിച്ചു. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ പാൽ അത്രയും കുടിച്ചുകൊണ്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് വായും കഴുകി ബെഡിൻ്റെ ഒരറ്റത്തായി കയറി കിടന്നു. എന്നെക്കൊണ്ട് സോഫയിലും നിലത്തും ഒന്നും കിടക്കാൻ പറ്റില്ല. ഈ മുറിയിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവകാശമുണ്ട്. അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അഗ്നി ഒരു നിമിഷം അന്തം വിട്ടു. അപ്പോൾ ഞാൻ കരുതിയത് ഒന്നുമല്ല, ഇവൾക്ക് നാക്കും മൂക്കുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനും അവളുടെ അടുത്തേക്ക് കയറി കിടന്നു. അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന ഷാമ്പുവിൻ്റെയും എണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും ഒക്കെ മണം അവന് വല്ലാതെ തല പെരുക്കുന്നത് പോലെ തോന്നി. പക്ഷേ എങ്കിലും എന്തുകൊണ്ടോ എഴുന്നേറ്റ് അകന്നു മാറി പോകാൻ കഴിയുന്നില്ല. ഒരാഴ്ച എല്ലാവർക്കും ഒപ്പം കഴിഞ്ഞതിന് ശേഷം 2 പേരും കൂടി ബാംഗ്ലൂർക്ക് തിരിച്ചു. തുടരും.
2 പാർട്ടിൽ തീരുന്ന കുഞ്ഞു ഷോർട്ട് സ്റ്റോറിയാണ്. ഇഷ്ടമുള്ളവർ കൂടെ വായിക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ.